നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ, നിയമവിരുദ്ധമായി റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയാൽ ഒരു ദിവസം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും. അതിന് കനത്ത വില ആ നിയമലംഘകർക്ക് നൽകേണ്ടി വരും. എൻ്റെ അച്ഛനമ്മയും ചെറുപ്പകാലത്ത് എനിക്ക് പകർന്നു തന്ന മൂല്യങ്ങളാണ്, ധർമ്മങ്ങളാണ് അഴിമതിക്കെതിരെയുള്ളൊരു കുരിശുയുദ്ധം നടത്താൻ എനിക്ക് ഊർജ്ജമായി ഇന്നും നിൽക്കുന്നത്. വർഷങ്ങളോളം റേഷൻ കാർഡ് ലഭിക്കാത്ത പാവങ്ങൾക്ക്, BPL കാർഡ് ലഭിക്കാത്ത സാധാരണക്കാർക്ക് BPL കാർഡ് നൽകാൻ സാധിച്ചു. ഹരിപ്പാട് ഞാൻ നേരിട്ട് ചെന്ന ഒരു കാർഡ് കൊടുത്തൊരു സംഭവം ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ആ സാധു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീര്, ആ സന്തോഷാശ്രുക്കളും, അതാണ് മനുഷ്യനെ സർവീസ് ലൈഫിൽ സത്യസന്ധമായി നിർഭയമായി മുന്നോട്ട് പോകുവാൻ പ്രചോദനം നൽകുന്നത്. നമ്മൾ അഴിമതിക്കെതിരെ എപ്പോഴൊക്കെ നിലപാടെടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്കൊരു നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. എനിക്ക് ഇന്നത്തെ യുവതലമുറയോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളെല്ലാം ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ്, ശക്തിയുടെ സ്രോതസ്സുകൾ. രാജു നാരായണസ്വാമി IAS, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുക അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ചിത്രം കൂടിയാണ്. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്, അത് മമ്മൂട്ടിയുടെ ഒരു കളക്ടർ കഥാപാത്രമാണ്. 30 വർഷം മുമ്പ് ദി കിങ് എന്ന സിനിമയിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സിനെ കണ്ടപ്പോൾ ഒരു കളക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന ചോദ്യം മലയാളികൾ ഉന്നയിച്ചു. എന്നാൽ അതുക്കും മേലെ എന്ന നിലയിലാണ് പിന്നീട് നമ്മൾ രാജു നാരായണസ്വാമി എന്ന കളക്ടറെ കണ്ടത്. കളക്ടറായി ചുമതല ഏറ്റെടുത്ത ജില്ലകളിലെല്ലാം തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ IAS ഉദ്യോഗസ്ഥനാണ് രാജു നാരായണസ്വാമി, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കളക്ടർ. അക്കാഡമിക് കരിയറിൽ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച പ്രതിഭ കൂടിയാണ് രാജു നാരായണസ്വാമി. എഴുതിയ എല്ലാ പരീക്ഷകളിലും 1ാം റാങ്ക്. ആ അത്ഭുതങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ രാജു നാരായണസ്വാമി എന്ന IASകാരനെ കാണുന്നത്. എന്നും വിവാദങ്ങൾക്കൊപ്പം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിവാദങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിനു വേണ്ടി അഴിമതി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ പേരിലായിരുന്നു. കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് എഴുതിയതും രാജു നാരായണസ്വാമി എന്ന IASകാരനാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് രാജു നാരായണസ്വാമി IAS ആണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം ശ്രീ രാജു നാരായണസ്വാമി. വളരെ സന്തോഷം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ അക്കാദമിക് ചരിത്രത്തിൽ രാജു നാരായണസ്വാമി എന്ന ആ നാമത്തിനൊപ്പം വെക്കാൻ ഈ പതിറ്റാണ്ടുകൾ നീണ്ട കാലത്ത് മറ്റൊരു പേരില്ല. എഴുതിയ എല്ലാ പരീക്ഷകളിലും 1ാം റാങ്ക്. അക്കാഡമിക് കരിയറിൽ നിന്ന് നമുക്ക് തുടങ്ങാം, പഠനകാലത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു പഠനകാലം? ആദ്യമായി നല്ല വാക്കുകൾക്ക് നന്ദി. ജവഹർലാൽ നെഹ്റു അനുസ്മരണത്തിന് ആണ് ഞാൻ കണ്ണൂരെത്തിയത്. ഇന്ന് വൈകുന്നേരമാണ് ആ ചടങ്ങ് നടക്കുന്നത്. അതിനു മുമ്പായി ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ എടുക്കാൻ ഒരു അവസരം എനിക്ക് തന്ന കണ്ണൂർ വിഷനോടുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അഴിമതിക്കെതിരെ എന്നും പോരാടാൻ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 5 ജില്ലകളിൽ കളക്ടറായി സേവനമനുഷ്ഠിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. തൃശ്ശൂർ, കാസർഗോഡ്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. ഒരു IASകാരൻ്റെ സർവീസ് കാലയളവിൽ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് കളക്ടർ എന്ന പദവിയിലിരിക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങൾ. സാധാരണ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ,
സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, അത് വിശകലനം ചെയ്യുവാൻ, വിശ്ലേഷണം ചെയ്യുവാൻ, വിലയിരുത്തുവാൻ, അതിന് അവനവനാലാവും വിധം ചെറിയ ചെറിയ പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ, പ്രായോഗിക തലത്തിലേക്ക് ആനയിക്കാൻ, അതിന് കളക്ടർ പദവിയോളം മറ്റൊരു പദവിക്കും കഴിയില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. താങ്കൾ പറയുകയുണ്ടായി, തൃശ്ശൂർ കളക്ടറായിരുന്നപ്പോൾ പട്ടണത്തിലെ 5 റോഡുകൾ വീതി കൂട്ടി നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ കഴിഞ്ഞു എന്നത് ഒരു സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർവൃതിദായകമായൊരു അനുഭവമായിരുന്നു. ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. നഗരത്തിൻ്റെ കുപ്പിക്കഴുത്ത് എന്നറിയപ്പെട്ടിരുന്ന പട്ടാളം റോഡ്, ആ പട്ടാളം റോഡ് ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും കൊണ്ട് വീതി കൂട്ടി. അതിന് ആ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങളുണ്ടായി. അന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ ആയിട്ടില്ല, തൃശ്ശൂർ അന്ന് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനും മുനിസിപ്പൽ കൗൺസിലർമാരും അവിടുത്തെ അനുദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി ഒരു ചരടിൽ ഇണക്കിക്കോർത്ത പുഷ്പങ്ങളെപ്പോലെ കൂടെ നിന്നു. അതുകൊണ്ടാണ് അന്ന് ആ ദൗത്യം വിജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മൂന്നാർ ദൗത്യം താങ്കൾക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ അങ്കിതമായിരിക്കുന്ന ഒരു ദൗത്യമായിരുന്നു മൂന്നാർ ദൗത്യം. പരിസ്ഥിതി സംരക്ഷണം, അത് മൂന്നാർ ദൗത്യത്തിൻ്റെ ഒരു പ്രധാന മുഖമുദ്ര തന്നെയായിരുന്നു. അതോടൊപ്പം നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ, നിയമവിരുദ്ധമായി റിസോർട്ടുകൾ കെട്ടിപ്പൊക്കിയാൽ ഒരു ദിവസം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും. അതിന് കനത്ത വില ആ നിയമലംഘകർക്ക് നൽകേണ്ടി വരും എന്ന വ്യക്തമായൊരു സൂചനയാണ് മൂന്നാർ ദൗത്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയത്. വളരെയേറെ ജനപിന്തുണ ലഭിച്ച ഒരു ദൗത്യമായിരുന്നു അത് 2007. ആ സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഇടുക്കിയിലെ രാജകുമാരി ഭൂമി ഇടപാട്, അവിടെ നടത്തിയ സത്യസന്ധമായ അന്വേഷണം, ഇതെല്ലാം നമ്മുടെ സർവീസ് ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. കാസർഗോഡ് കളക്ടറായിരുന്ന കാലയളവ്, കണ്ണൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയാണല്ലോ കാസർഗോഡ്. ആ സമയത്ത് നടത്തിയ ചെറിയ ഇടപെടലുകൾ, പക്ഷേ ആ ഇടപെടലുകൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഐ എം എ ഡ്രോപ്പ് ഇൻ എൻ ഓഷ്യൻ, എ കോഗ് ഇൻ ദ ഹൈറാർക്കി. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അത് വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ. 34 വർഷത്തെ സർവീസ് ജീവിതം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട കോളേജ് അധ്യാപകൻ്റെ മകനാണ് ഞാൻ. മറ്റെന്ത് നിർവൃതിയാണ് എനിക്ക് എൻ്റെ സർവീസ് ലൈഫിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്? താങ്കൾ അക്കാഡമിക് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ അക്കാഡമിക് നേട്ടങ്ങളുടെ എല്ലാത്തിൻ്റെയും പൂർണ്ണമായ ക്രെഡിറ്റ് എൻ്റെ അച്ഛനമ്മമാർക്കാണ്. 1983 SSLCക്ക് സംസ്ഥാന തലത്തിൽ 1ാം റാങ്കും, തുടർന്ന് 1985 പ്രീ ഡിഗ്രിക്ക്, അത് ഗാന്ധിജി യൂണിവേഴ്സിറ്റി ആയിരുന്നു, ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്കും നേടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. തുടർന്ന് അങ്ങോട്ട് IAS വരെ, സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടുന്നത് വരെ കിട്ടിയ അക്കാഡമിക്കായിട്ടുള്ള നേട്ടങ്ങളുടെ പൂർണ്ണമായ ക്രെഡിറ്റ് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. പിന്നെ താങ്കൾ ചോദിച്ചു എന്താണ് അതിൻ്റെ രഹസ്യം? അതിന് യാതൊരു രഹസ്യങ്ങളുമില്ല. ഹാർഡ് വർക്ക് ഈസ് ദി ഓൺലി സീക്രട്ട് ഓഫ് സക്സസ്. കഠിനാധ്വാനം, അറിവ് നിറവാണ്, പഠനം ഒരു തപസ്യയാണ്, പഠനം ഒരു സബര്യയാണ്. ഏതൊരു തപസ്യയും വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കണം, അഭിനിവേശമുണ്ടായിരിക്കണം. കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാന നിദ്ര തഥൈവച അല്പാഹാരം ജീർണവസ്ത്രം യതദ് വിദ്യാർത്ഥി ലക്ഷണം. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പകാലത്ത് എനിക്ക് പകർന്നു തന്ന മൂല്യങ്ങളാണ്, ധർമ്മങ്ങളാണ് അഴിമതിക്കെതിരെയുള്ളൊരു കുരിശുയുദ്ധം നടത്താൻ എനിക്ക് ഊർജ്ജമായി ഇന്നും നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ദ ക്യാങ്കർ ഓഫ് കറപ്ഷൻ ഈസ് അൺഫോർച്ചുനേറ്റ്ലി ഈറ്റിംഗ് ഇൻ ടു ദ മോറൽ ഫാബ്രിക് ഓഫ് ദ നേഷൻ. നീഡ് ബേസ്ഡ് ആൻഡ് ഗ്രീഡ് ബേസ്ഡ് കറപ്ഷൻ ഹാസ് ബിക്കം ദി ഓർഡർ ഓഫ് ദ ഡേ. അതിന് അവനവനാൽ ചെയ്യാവുന്ന ചെറിയ രീതിയിൽ അഴിമതിക്കെതിരെ യുദ്ധം നടത്തുക. ഞാൻ കോട്ടയം ജില്ലാ കളക്ടർ ആയിരുന്നപ്പോൾ മജോ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ചികിത്സ കിട്ടാതെ മരിക്കുന്നൊരു സംഭവം ഉണ്ടായി. 300 രൂപ നൽകാനില്ലാത്തത് മൂലം ആ പാവപ്പെട്ട ചെറുപ്പക്കാരന് ചികിത്സ നിഷേധിക്കപ്പെട്ടു. അപ്പോൾ അന്ന് ആ ഡോക്ടർക്കെതിരെ ശക്തമായ നടപടിയെടുത്തു. ഡോക്ടർമാരോട് എനിക്ക് വലിയ ബഹുമാനമാണുള്ളത്, പക്ഷേ ആ സമൂഹത്തിൽ ചില ഇത്തിക്കണ്ണുകളുണ്ട്.
അപ്പോൾ അതൊരു ക്ലിയറായിട്ടൊരു മെസ്സേജാണ് നൽകിയത്. അതായത് എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി വൃത്തിയായി ചെയ്യണം, അഴിമതി ഇല്ലാതെ ചെയ്യണം. ആ അഴിമതിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഈ നാട്ടിലെ എല്ലാവരും പങ്കാളികളാവണം എന്നുള്ളൊരു മെസ്സേജാണ് അന്ന് കോട്ടയം ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കമ്മീഷണറായിരുന്നപ്പോൾ വർഷങ്ങളോളം റേഷൻ കാർഡ് ലഭിക്കാത്ത പാവങ്ങൾക്ക്, BPL കാർഡ് ലഭിക്കാത്ത സാധാരണക്കാർക്ക് BPL കാർഡ് നൽകാൻ സാധിച്ചു. ഹരിപ്പാട് ഞാൻ നേരിട്ട് ചെന്ന് ഒരു കാർഡ് കൊടുത്തൊരു സംഭവം ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ആ സാധു മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീര്, ആ സന്തോഷാശ്രുക്കൾ, അതാണ് മനുഷ്യന് സർവീസ് ലൈഫിൽ സത്യസന്ധമായി നിർഭയമായി മുന്നോട്ട് പോകുവാൻ പ്രചോദനം നൽകുന്നത്. പിന്നെ താങ്കൾക്കറിയാം, ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി 38 തവണ സേവനമനുഷ്ഠിക്കാനുള്ള ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി. 17 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, സിംബാബ്വേയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്തർദേശീയ നിരീക്ഷകനായി നിയോഗിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി പോകുമ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പുവരുത്തുക, നിഷ്പക്ഷമായി നീതിയുക്തമായി സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ IAS ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഡൈവേഴ്സിറ്റിയാണ്. IAS ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം സാധാരണക്കാരുമായി സംവദിക്കാനുള്ളൊരവസരമാണ്. ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ വാചകം അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ചാണ്. ലോങ് ഇയേഴ്സ് അഗോ വി മേഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ആ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനിയെ ഒരു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിറ്റ്യൂഷനായി മാറാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക, ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇതാണ് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ് നോട്ട് ദ ലോക്കസ് ഓഫ് ഡെസ്പയർ ഡിസ്ട്രോയ് ദ ഹാർവസ്റ്റ് ഓഫ് ഇന്ത്യാസ് ഫ്രീഡം. നമ്മൾ മൂന്നാർ ദൗത്യത്തെക്കുറിച്ച് സർ സൂചിപ്പിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ ഒരു പ്രധാനപ്പെട്ട ഒരു 3 ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചു. ആ ഉദ്യോഗസ്ഥരെ നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഒരു വെള്ളം ചേർക്കില്ല എന്ന ഉറപ്പുള്ള 3 ഉദ്യോഗസ്ഥരെ. അദ്ദേഹം പറഞ്ഞത് പൂച്ചകൾ, എൻ്റെ പൂച്ചകൾ എന്നാണ്. ആ മൂന്നാർ ദൗത്യത്തിൽ താങ്കൾ കണ്ട നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അവിടെ പാട്ടത്തിന് സ്ഥലമെടുക്കുന്നു, കൃഷിക്ക് സ്ഥലമെടുക്കുന്നു, അതിനുശേഷം അവിടെ ഫ്ലാറ്റുകൾ കെട്ടിപ്പോക്കുന്നു, അത് തകർക്കപ്പെടും എന്നൊരു മെസ്സേജ് കേരളത്തിന് നൽകി. അന്ന് വലിയ തോതിലുള്ള ഇടപെടലുകൾ, ഇത് പിന്നോട്ട് വലിപ്പിക്കാനുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, മൂന്നാർ ദൗത്യത്തിൽ മാത്രമല്ല, നമ്മൾ അഴിമതിക്കെതിരെ എപ്പോഴൊക്കെ നിലപാടെടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമുക്ക് നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. തൃശ്ശൂർ ജില്ലാ കളക്ടറായിരിക്കെ ഒരു കോൺട്രാക്ടർ സർക്കാരിലേക്ക് കോടികൾ അടയ്ക്കാനുണ്ടായിരുന്നു. ആ കോടികൾ അദ്ദേഹത്തെ കൊണ്ട് അടപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കളക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടാണ് നമ്മുടെ നാട് ഓടുന്നത്. അപ്പോൾ വലിയ തുകകൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട മുതലാളിമാർ ആ തുകകൾ അടയ്ക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ തടസ്സങ്ങളെയെല്ലാം നേരിടാൻ നമുക്ക് ശക്തി പകരുന്നത് ജനപിന്തുണയാണ്. ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി എത്തുന്നു. 3 രാഷ്ട്രങ്ങളിൽപ്പെട്ട 3 പൗരന്മാർ ഭഗവാനെ കാണാൻ പോവുകയുണ്ടായി. ആദ്യത്തെ ആളൊരു അമേരിക്കൻ പൗരനായിരുന്നു. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, എന്നാണ് അമേരിക്ക റിസഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ പോകുന്നത്? ദൈവം അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, അതിന് 60 വർഷമെടുക്കും. അപ്പോൾ ആ മനുഷ്യൻ 80 വയസ്സിൽ കൂടുതലുള്ള ഒരു വയോവൃദ്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ മഹത്തായ ദിനം കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ. രണ്ടാമത്തെ വ്യക്തി ഒരു റഷ്യൻ പൗരനായിരുന്നു. അദ്ദേഹം ഇതുപോലെ ദൈവത്തെ കണ്ട് ചോദിച്ചു, എന്നാണ് ശീത യുദ്ധത്തിന് മുമ്പ്, കോൾഡ് വാറിന് മുമ്പുള്ള ഒരു സിനേറിയോ തിരിച്ചുണ്ടാകുക, എന്നാണ് അമേരിക്കയും റഷ്യയും വീണ്ടും തുല്യശക്തികളായി തീരുക? ദൈവം അദ്ദേഹത്തെ നോക്കി, എന്നിട്ട് ദൈവം പറഞ്ഞു, 60 വർഷം കൂടിയെടുക്കും. ആ മനുഷ്യനും കരയാൻ തുടങ്ങി. അദ്ദേഹവും 80 കഴിഞ്ഞൊരു വയോവൃദ്ധനായിരുന്നു. അപ്പോൾ ആ ദിവസം കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ എന്നതായിരുന്നു ആ വന്ധ്യ വയോധികൻ്റെ സങ്കടം. മൂന്നാമത്തെ ഒരു ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അണ്ണാ ഹസാരെ എന്നായിരുന്നു. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ഭഗവാനെ, എന്നാണ് ഇന്ത്യ പൂർണ്ണമായും അഴിമതി മുക്തമാക്കി തീരുക?
ദൈവം അദ്ദേഹത്തെ 3 തവണ നോക്കി. എന്നിട്ട് ദൈവം കരയാൻ തുടങ്ങി, ആ മഹത് ദിവസം കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ എന്ന്. ഇതൊരു കഥയാണ്. പക്ഷെ അതാണ് ഇന്ത്യയിലെ കറപ്ഷൻ്റെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കഥ. അതിന് ഒരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന രീതിയിൽ ഓരോ സിവിൽ സർവൻറ്റും ശ്രമിക്കണം എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ വരികൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. വേർ ദ മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ, എവിടെ നിർഭയമാകുന്നു മനസ്സ്. എൻ്റെ ഹെഡ് ഹെൽഡ് ഹൈ, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. എന്തുകൊണ്ട്? തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ട്. ടു ദറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവെയ്ക്ക്. ആ എവെയ്ക്കനിങ്ങിലേക്ക്, ആ ഉയർത്തെണീപ്പിലേക്ക്, ആ ഉണർത്തുപാട്ടിലേക്ക് വളരെ മഹത്തായ സംഭാവനകൾ ഇന്ത്യൻ സിവിൽ സർവീസിന് നൽകാൻ കഴിയും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു എളിയ ഉദ്യോഗസ്ഥനാണ് ഞാനൊരു ഉദാഹരണം പറയാം. ജാർഖണ്ഡിൽ 2009 തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ അന്ന് ജാർഖണ്ഡിൽ നക്സലിസം വളരെയേറെ നടമാടുന്നൊരു കാലഘട്ടമായിരുന്നു. ഗാണ്ഡെ, ഗിരിഡി, ഡുംറി ഈ 3 നിയോജക മണ്ഡലങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്നിൽ ഭരമേൽപ്പിച്ചത്. അപ്പോൾ അന്ന് ജാർഖണ്ഡിൽ 0% പോളിംഗ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നക്സലുകൾ ഇലക്ഷൻ ബഹിഷ്കരണ ആഹ്വാനം നൽകും, അവിടെ വോട്ട് ചെയ്യാൻ പോകാൻ ആരും ധൈര്യപ്പെടില്ല. അതാണ് 0% പോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ ഈ 0% പോളിംഗ് സ്റ്റേഷൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നതായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം. ഞാനവിടെ ട്രൈബൽ കോളനിയിൽ പോയി ചർച്ച നടത്തിയപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം? 500 മീറ്റർ മാത്രം ദൂരത്തിലൊരു പോളിംഗ് സ്റ്റേഷനുണ്ട്. പക്ഷേ ആ പോളിംഗ് സ്റ്റേഷൻ വർഷങ്ങളായി പോളിംഗ് സ്റ്റേഷനായി നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഒരു സ്കൂൾ ബിൽഡിങ്ങാണ്. അവിടെ എത്തണമെങ്കിൽ അവർക്ക് കാട് കടക്കണ്ട, മല കടക്കണ്ട, നക്സലുകളുടെ യാതൊരു ഭീഷണിയും നേരിടേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻ എവിടെയാണ്? 2 കിലോമീറ്റർ അകലെയാണ്. അത് മലയുടെ മറ്റേ സൈഡിലാണ്. അവിടെ എത്തണമെങ്കിൽ മല താണ്ടണം, കാട്ടിലൂടെ നടക്കണം. ആ കാട്ടിൽ മുഴുവൻ നക്സലുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് 0% പോളിംഗ് സ്റ്റേഷനായി തീരുന്നത്. അപ്പോൾ അവിടെ ഒരു നിയമ തടസ്സമുണ്ട്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോളിംഗ് സ്റ്റേഷൻ മാറ്റാൻ കഴിയില്ല. പക്ഷേ ആ നിയമ തടസ്സത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടെ മറികടന്ന് ഈ 500 മീറ്റർ അകലെയുള്ള സ്കൂൾ ബിൽഡിങ്ങിനെ പോളിംഗ് സ്റ്റേഷനായി നോട്ടിഫൈ ചെയ്യുവാൻ കഴിഞ്ഞു. എ സ്മോൾ ലീപ്പ് ഫോർ എ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞതുപോലെ സാധാരണക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു നേട്ടം. പക്ഷേ ആ ചെറിയ നേട്ടം കൊണ്ട് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ഇലക്ഷനിൽ 0% പോളിംഗ് സ്റ്റേഷൻ ആയിരുന്ന പോളിംഗ് സ്റ്റേഷൻ ഈ വർഷത്തിൽ 98% കൂടുതൽ ആളുകൾ ഇവിടെ വോട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ സാധാരണക്കാരായ ഗ്രാമീണർക്കുള്ളത് ചെറിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുവാൻ തീർച്ചയായിട്ടും ഒരു സിവിൽ സർവൻറ്റിന് കഴിയണം. അതുതന്നെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും ആത്യന്തികമായ ഉദ്ദേശ്യവും. ടു ബി വൺ വിത്ത് ദ കോമൺ മാൻ. ഈ 34 വർഷവും അതിന് എന്നാലാവും വിധം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും 3 വർഷമേ അവശേഷിക്കുന്നുള്ളൂ. ആ 3 വർഷവും ആ പരിശ്രമം, ജനപക്ഷത്ത് നിന്നുള്ള പ്രവർത്തനം തുടരും എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ദൈവവും ഈ നാട്ടിലെ ജനങ്ങളും എനിക്ക് ശക്തി പകരാനിടയാകുമാറാണ്. സർ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ സിവിൽ സർവീസ് മേഖലയുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ സാറിന് സങ്കടം തോന്നാറുണ്ടോ? ഓരോ വ്യക്തിയും അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യുക. ഞാനെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഇൻ അനൂഷനാണ്. ഞാൻ എൻ്റെ കർത്തവ്യം എന്നാലാകാവുന്ന രീതിയിൽ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുന്നു. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഭഗവത്ഗീതയിലെ വചനത്തിലാണ്. കർമ്മണ്യേവാധികാരസ്യ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭുർ മാതേ സങ്കോസ്ത്വകർമ്മണി. അവനവൻ്റെ കർത്തവ്യം നിർവഹിക്കുക. ആക്ഷൻ ഈസ് ദ ഡ്യൂട്ടി, ഫ്രൂട്ട് ഈസ് നോട്ട് ദ കൺസേൺ എന്നാണ് ഹോളി ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഡ്യൂട്ടി ഭംഗിയായി മനസ്സാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സാക്ഷിയുള്ളൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. മനസ്സാക്ഷിയുള്ളൊരു തലമുറ. മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടി 4 കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാഞ്ചയുള്ള അഭിനിവേശമുള്ളൊരു തലമുറ. ഒരു സിവിൽ സർവൻറ്റിൻ്റെ
മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അഭ്യസ്തവിദ്യനായ ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിസ്സംശയം പറയുന്നത് എമ്പതിയാണ്. എന്താണ് എമ്പതി? അന്യൻ്റെ ജീവിതത്തെ അവൻ്റെ വീക്ഷണകോണത്തിലൂടെ കാണാനുള്ള കഴിവ്. അതായത് ജീവിതത്തെ അന്യൻ്റെ വീക്ഷണകോണത്തിലൂടെ കാണാനുള്ള കഴിവ്, അതാണ് എമ്പതി. ടു പുട്ട് യുവർ സെൽഫ് ഇൻ അനദർ പേഴ്സൺ ഷൂസ്. അതുതന്നെയായിരിക്കണം ഒരു സിവിൽ സർവൻറ്റിനെ ഇതര മേഖലകളിൽ നിന്ന് വ്യതിരിക്തനാക്കി തീർക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലംകുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമൂഹം, അതൊരു യാഥാർത്ഥ്യമാണ്. ആ സമൂഹത്തിലേക്ക് സാഹോദര്യവും മനുഷ്യത്വവും ആവാഹിപ്പിക്കുവാൻ താങ്കൾക്കും എനിക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. കടൽ വരെ നീണ്ടുകിടക്കുന്ന ഈ സാമ്രാജ്യം മുഴുവൻ അനായാസം കൈക്കലാക്കാമെങ്കിലും അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്തൊരു സംസ്കാരം, അധർമ്മം വഴി ഒന്നും വേണ്ട, അത്തരത്തിലുള്ളൊരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളായി നമ്മൾ ഓരോരുത്തരും, അത് സിവിൽ സർവൻസ് മാത്രമല്ല, സമൂഹത്തിലെ ഓരോ വ്യക്തിയും അങ്ങനെ വളർന്നു വരട്ടെ എന്ന് മാത്രം ആശിക്കാനും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ 3 പതിറ്റാണ്ടിലേറെയായി ഈ സിവിൽ സർവീസ് പ്രവർത്തനം, നിരവധി മുഖ്യമന്ത്രിമാർ താങ്കൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അഴിമതിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും? എല്ലാ മനുഷ്യർക്കും പ്ലസസ് ഉണ്ട്, എല്ലാ മനുഷ്യർക്കും മൈനസസ് ഉണ്ട്. എനിക്കെൻ്റെ പ്ലസസസ് ഉണ്ട്, എനിക്കെൻ്റെ മൈനസസ് ഉണ്ട്. അതിനപ്പുറം ആരെയും വിലയിരുത്താൻ ഞാൻ ആരുമല്ല. പിന്നെ ഞാൻ താങ്കളോട് നേരത്തെ പറഞ്ഞ പോലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ നേരിടാനുള്ളൊരു മാർഗമായിട്ടാണ് ഞാൻ എൻ്റെ എഴുത്തിനെ കാണുന്നത്. 34 വർഷങ്ങൾക്കിടയിൽ 34 പുസ്തകങ്ങൾ തന്നെ രചിച്ചു. ആ ഓരോ പുസ്തകവും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ശാസ്ത്ര സാഹിത്യം മുതൽ ബാലസാഹിത്യം മുതൽ സൈബർ ലോ മുതൽ സഞ്ചാര സാഹിത്യം വരെ ഉള്ള 34 പുസ്തകങ്ങൾ. അതിൽ 2003 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ശാന്തി മന്ത്രം മുഴങ്ങുന്ന താഴ്വരയിൽ എന്ന പുസ്തകമുണ്ട്. പുസ്തകരചന എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ വേ ടു ലെറ്റ് ഔട്ട് മൈ ഫീലിങ്സ്. ഇന്ന് നമ്മുടെ യുവതലമുറയ്ക്കിടയിലെ വായനാശീലം അനുദിനം കുറഞ്ഞു വരുന്നു എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവ്, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ കടന്നുവരവ്, ഇതൊക്കെ ഒരുപക്ഷെ ഇതിന് കാരണമായിരിക്കാം. പക്ഷെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വായിച്ച് വളരുക. അതാണ് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ മുദ്രാവാക്യം. അതോടൊപ്പം വായിക്കാതിരുന്നാൽ മുരടിക്കും എന്നൊരു താക്കീത് കൂടി നൽകുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളട്ടെ. വിദ്യാഭ്യാസം ആജീവനാന്തം ആനന്ദമരുളുന്നൊരു പ്രക്രിയയാണ്. ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി നമ്മൾ കരസ്ഥമാക്കുന്നതോടെ അവസാനിക്കേണ്ട ഒരു പ്രക്രിയയല്ല. വാട്ട് സ്കൾപ്ചർ ഇസ് ടു എ ബ്ലോക്ക് ഓഫ് മാർബിൾ, എഡ്യൂക്കേഷൻ ഇസ് ടു ദ ഹ്യൂമൻ സോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതേണമോ. ആ ഒരു പ്രിൻസിപ്പിൾ മുന്നിലെടുത്തുകൊണ്ടാണ് 2 ഡോക്ടറേറ്റുകൾ എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത്. ആദ്യത്തെ ഡോക്ടറേറ്റ് ഡെവലപ്മെൻറ്റ് ഇക്കോളജി ലൈവ്ലിഹുഡ് സെക്യൂരിറ്റിയിലാണ്, രണ്ടാമത്തെ ഡോക്ടറേറ്റ് നിയമത്തിലാണ്. എനിക്ക് ഇന്നത്തെ തലമുറയോട്, യുവതലമുറയോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളെല്ലാം ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ്, ശക്തിയുടെ സ്രോതസ്സുകളാണ്, നൈർമല്യത്തിൻ്റെ നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളാണ്. ശ്രീ രവിശങ്കറിൻ്റെ ഒരു പഴമൊഴി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. Look at young men and women as packed gifts. Go beyond the wrapper. Every young man or woman is a precious gift. Some boxes may be filled with crackers. ചിലതിൽ വെടിക്കോപ്പുകളായിരിക്കാം. Some boxes may be filled with candies. ചിലതിൽ മധുരപലഹാരങ്ങളായിരിക്കാം. But no box is empty. ആ വ്യക്തികളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗശക്തി ഏതെന്ന് കണ്ടെത്തി ആ നിസർഗസുന്ദരങ്ങളായ നിഗൂഢശക്തികളെ തട്ടി ഉണർത്തി നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ട് അവരെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കി തീർക്കുക. അതാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസം. ആ പ്രക്രിയയുടെ രാസത്വരകങ്ങളായി തീരേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും നമ്മുടെ സമൂഹവുമാണ്.
അതാണ് വിദ്യാഭ്യാസം, അതാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസം. ഇന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അനുസ്മരണ ദിനം കൂടാണ്. അദ്ദേഹം എഡ്യൂക്കേഷനെക്കുറിച്ച് പറഞ്ഞ പ്രശസ്തമായ വാചകമുണ്ട്. അദ്ദേഹത്തിൻ്റെ അലഹബാദ് കൺവക്കേഷൻ അഡ്രസ്സിൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമാനിസം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യത്വം, ടോളറൻസ്, സഹിഷ്ണുത, അഡ്വഞ്ചർ ഓഫ് ഐഡിയസ്, സെർച്ച് ഫോർ ട്രൂത്ത്. വിദ്യാഭ്യാസം ഒരു സത്യാന്വേഷണ പരീക്ഷണമാണ്. ആ സത്യാന്വേഷണ പരീക്ഷണത്തിലെ ആ വലിയ പാതയിലെ വഴിവിളക്കുകൾ മാത്രമാണ് നാം സ്വായത്തമാക്കുന്ന ഡിഗ്രികളും ഡിപ്ലോമകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻസുമെല്ലാം. ഈ സത്യം നമ്മുടെ യുവതലമുറ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ യുവാക്കളോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഈ ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. വലിയ പ്രതിസന്ധിയിലാണ് കേരളമുള്ളത്. ഇതൊക്കെ സാർ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും ദിശാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് നാം കാണുന്ന ലഹരി. ലഹരിയെക്കുറിച്ചൊരു കവിതയുണ്ട്. ദാഹമാം ധൂമധ്വജൻ നാഹുതിക്കുള്ളോ രാജ്യം, ശീലത്തിൻ പിണ്ടക്രിയ കുതകും തിലോദകം, കാലനൂരിലേക്കുള്ള മോട്ടോറിൻ പെട്രോൾ തൈലം. ഇന്ന് വലിയ വലിയ പട്ടണങ്ങളിൽ പോയാൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്നതുപോലും അറിയാതെ ആളുകൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം പോലും നമുക്ക് അന്യമായിരിക്കുന്നു. മകൻ എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ കാട്ടിക്കൂട്ടുന്നു. അവൻ മഹാനായ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നവൻ്റെ മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു. അവൻ ചതിക്കുഴിയിൽ നിന്ന് ചതിക്കുഴിയിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണെന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം? മനുഷ്യത്വം നമുക്ക് അന്യമായിരിക്കുന്നു. ഉത്തമ സൗഹൃദങ്ങൾ നമുക്ക് അന്യമായിരിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കുന്ന അവസരങ്ങൾ നമുക്ക് അന്യമായിരിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി? IT-യും BT-യും വളർന്നു വരുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? മെഷീൻ ലേണിങ്ങും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വളർന്നു വരുന്ന ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ്: മനുഷ്യൻ റോബോട്ടായി തീർന്നുകൊണ്ടിരിക്കുന്നു, മനുഷ്യൻ മനുഷ്യനായി തീർന്നുകൊണ്ടിരിക്കുന്നു, അവൻ്റെ മനുഷ്യത്വം മരവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിലെ, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ നഭോമണ്ഡലത്തിലെ കെടാവിളക്കുകളെന്ന് വിശേഷിപ്പിക്കുന്ന IIT-കൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ IIT-കളിൽ പോലും ഹ്യൂമാനിറ്റീസ് ഒരു പ്രധാനപ്പെട്ട പഠന വിഷയമാണ്. ഈശ്വരകാരുണ്യത്താൽ ഹിമാചൽ പ്രദേശ് മുതൽ തമിഴ്നാട് വരെയും ഗുജറാത്ത് മുതൽ ത്രിപുര വരെയും ലെക്ചറുകൾക്ക് പോകാൻ ഭാഗ്യം എനിക്കിന്നും ലഭിക്കാറുണ്ട്. യുവതലമുറയുമായി സംവദിക്കാൻ, യുവതലമുറയുമായി ആശയങ്ങൾ പങ്കിടാൻ ഉള്ളൊരു വേദികയായിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ലെക്ചറിനെയും ഞാൻ മാറ്റുന്നത്. ഈ മെയ് മാസത്തിൽ തന്നെ IIM ലക്നൗവിൻ്റെ നോയിഡ ക്യാമ്പസിൽ 6 മണിക്കൂറോളം നീണ്ടു നിന്ന ലെക്ചറുകൾ നൽകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ, യുവതലമുറയോട് ഇടപെടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ യുവതലമുറ എൻ്റെയോ താങ്കളുടെയോ തലമുറയേക്കാൾ എത്രയോ കഴിവുള്ളവരാണ്. കാരണം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കടന്നു വരുമ്പോൾ എവരി ഫ്ലോർ ബിക്കംസ് എ സീലിംഗ് എന്നാണ് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗം അതിദ്രുതം വളർന്ന ഒരു കാലഘട്ടം. പക്ഷേ ആ യുവതലമുറയ്ക്ക് പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൊണ്ടാണ്. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കൂലം കുത്തി ഒഴുക്കിൽ നമ്മൾ പെട്ടുപോകുന്നു. ഇടപ്പള്ളിയുടെ ജീവചരിത്രം ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടപ്പള്ളി എന്ന് പറയുന്ന മഹാകവി എൻ്റെ മനസ്സിന് ഏറ്റവും പ്രിയപ്പെട്ടൊരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികൾ ഞാൻ കടമെടുത്തു കൊള്ളട്ടെ. പാതിയും കഴിഞ്ഞതിൽ എൻ ഗ്രന്ഥപാരായണം, ഭീതിതമിതിനന്ത്യമെന്തിനായി ആരായണം, ജ്ഞാനതൃഷ്ണനാം എൻ്റെ നീടുറ്റ നിത്യധ്വാനം, പാനപാത്രത്തിൽ വെറും കണ്ണുനീർ നിറപ്പാനാം. ഓമനെ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണി ദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ നാം നമ്മുടെ മഹത്തായ സംസ്കാരത്തിലേക്ക്, ബൃഹത്തായ പാരമ്പര്യത്തിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് വലിയൊരു സംസ്കാരമുണ്ട്, വലിയൊരു പാരമ്പര്യമുണ്ട്. പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിച്ചൊരു സംസ്കാരം. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും ഗീതയിലും ഖുറാനിലും ബൈബിളിലും
എല്ലാത്തിലും അധിഷ്ഠിതമായൊരു സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത സ്നേഹമാണ്. ആ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത മനുഷ്യത്വമാണ്. ആ സംസ്കാരത്തിൻ്റെ അന്തസ്സത്ത ഉത്തമമായ സതീർത്ഥ്യ ബന്ധമാണ്. സതീർത്ഥ്യ ബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ടിലെ വരികളാണ്. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി എന്ന് പറഞ്ഞു തുടങ്ങുന്ന വഞ്ചിപ്പാട്ടിൽ മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോട് ചേർത്ത് ഗാഠം പുണർന്നു. അതാണ് ഉത്തമമായ സൗഹൃദം, അതാണ് ഉത്തമമായ സതീർത്ഥ്യ ബന്ധം, അതാണ് ഉത്തമമായ സാഹോദര്യം. ജീവിതം ആഴി പോലെ അനന്തമാണ്, ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്ന ഒരു കൈക്കുമ്പിൾ ജലം മാത്രം. ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ അവനെ താങ്ങും തണലുമായി നിൽക്കേണ്ടത് സമൂഹമാണ്. അത്തരത്തിലുള്ളൊരു ബോധ്യം നമ്മുടെ തലമുറയിൽ വളർത്തിയെടുക്കാൻ കഴിയണം. പാതിരാവിൻ തൻ തലയണമേൽ മിഴുനീർ ചൊരിയാത്തവരാരും, അല്ലേ, അർദ്ധരാത്രിയിൽ തലയണയെ കെട്ടിപ്പിടിച്ച് കരയാത്തവരാരെങ്കിലും ഉണ്ട്? അന്തിയിൽ ദുഃഖത്തിൻ സൗവർണ ദീപ്തിയെ കണ്ടെത്തിടാത്തവരാരും, ആരുമറിയില്ല എന്തിനീ നോവിൻ്റെ വീണയും മീട്ടി ഞാൻ നിൽപ്പൂ. വിഷ്ണുനാരായണ നമ്പൂരി സാറിൻ്റെ വരികളാണ്. അങ്ങനെ ആ നോവിൻ്റെ വീണയും മീട്ടി നിൽക്കുന്ന സാധാരണക്കാരൻ, അത്തലുള്ളവനും ഭാരം ചുമക്കുന്നവനും അവശനും ആർത്തനും ആലംബഹീനനും അടങ്ങുന്ന ജനവിഭാഗത്തിന് അത്താണിയായി തീരുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ തലമുറയിൽ വളർത്തിയെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ലഹരിയുമായി ബന്ധപ്പെട്ട നാം ഇന്ന് കാണുന്ന പല പല വാർത്തകളും പമ്പ കടക്കും എന്നുള്ളതിൽ സംശയമില്ല. അതിന് എന്തൊക്കെ നമ്മുടെ സമൂഹം ചെയ്യേണ്ടത് സാറ് പറഞ്ഞു. നമ്മുടെ സംവിധാനങ്ങൾ എന്തൊക്കെ ചെയ്യണം? വേർ ദെയർസ് എ വിൽ ദെയർസ് എ വേ. തീർച്ചയായിട്ടും സമൂഹം ആ ഒരു ലെവലിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ സംവിധാനങ്ങളും അതിന് കുടപിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനകീയ പ്രസ്ഥാനങ്ങൾക്കും ജനകീയ മുന്നേറ്റങ്ങൾക്കും മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കത്തുള്ളൂ. ആ ജനകീയ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹമായിരിക്കണം, സാഹോദര്യമായിരിക്കണം. രമാ ബിജാപുർക്കർ NCIR ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് പറഞ്ഞ വരികളുണ്ട്. വിച്ച് ഇന്ത്യ ആൻഡ് ഹൂസ് ഇന്ത്യ ആർ വി ടോക്കിംഗ് അബൌട്ട്? ദർ ഈസ് എൻ ഇന്ത്യ ഹൂസ് പ്രൗഡ് ഇൻഹാബിറ്റൻസ് എൻജോയ് ഹയർ പെർ ക്യാപിറ്റ ഇൻകം ദാൻ ബ്രസീൽ. അങ്ങനെ ഇന്ത്യയുണ്ട്. ബട്ട് ദർ ഇസ് ഓൾസോ ആൻ ഇന്ത്യ വിച്ച് ഇസ് ഓൾമോസ്റ്റ് ആസ് പൂർ ആസ് ബംഗ്ലാദേശ്. സ്വാതന്ത്ര്യം കൈവരിച്ച് ഇത്രയും സംവത്സരങ്ങൾ കടന്നു പോയിട്ടും ഇന്നും നമ്മുടെ ജനതയിൽ വലിയൊരു വിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ്. ഈ സത്യം നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം നമ്മുടെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അതിനെ സാമ്പത്തികമായ സാമൂഹികമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടി വഴിതെളിക്കുന്ന ഒരു പ്രായോഗികമായൊരു പന്ഥാവ് നാം വെട്ടി തുറക്കേണ്ടിയിരിക്കും. അതിൽ ഇന്ത്യൻ സിവിൽ സർവീസിനും പരിഷ്കൃത സമൂഹത്തിനും നാം ഓരോരുത്തർക്കും സിവിൽ സൊസൈറ്റിക്കും അവരവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ആ പങ്ക് നാം ഓരോരുത്തരും നിർവഹിക്കുമെന്ന് രക്തം കൊണ്ടും ഹൃദയം കൊണ്ടും നാം ബദ്ധപ്രതിജ്ഞരാകുകയാണെങ്കിൽ ലഹരിക്കെതിരെയുള്ള കുരിശ് യുദ്ധത്തിൽ നാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയലേശമില്ല. സാർ, ഈ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അക്കാദമിക് കാര്യങ്ങൾ പറഞ്ഞു, അഴിമതിക്കെതിരായ പോരാട്ടങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മളിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. അതിൽ നമുക്കൊരു റോൾ മോഡൽ തീർച്ചയായും ഉണ്ടാകും. റോൾ മോഡൽ ആര് എന്ന ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കരസ്കരത്തിൻ ഗുരു പാലിലിട്ടാൽ കാലാന്തരയെ കയ്പ് ശമിപ്പതുണ്ടോ. ചെറുപ്പകാലത്ത് നമ്മളിൽ മൂല്യങ്ങൾ വളർത്തുന്നത് അച്ഛനും അമ്മയും തന്നെയാണ്. എൻ്റെ കാണപ്പെട്ട ദൈവങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു തലമുറയുടെ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ സംശയമില്ലാതെ പറയും സ്നിഗ്ധതയാണ്, മുഗ്ധതയാണ്, വിനയമാണ്. സ്നിഗ്ധതയും മുഗ്ധതയും വിനയവുമുള്ളൊരു തലമുറയാണ് കാലഘട്ടത്തിന് ആവശ്യം. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു ഘനം നവാമ്പുവാൽ, സമൃദ്ധിയാൽ സജ്ജനമുറ്റമാർന്നിട പരോപകാരിക്കിരുതാൻ സ്വഭാവമാം. ആ ഗുണഗണങ്ങൾ എനിക്ക് സ്വല്പമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% ക്രെഡിറ്റ് അധ്യാപകരായിരുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഇപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എന്നോടൊപ്പമുണ്ട്. അവരാണ് എൻ്റെ വഴിവിളക്കുകൾ. പിന്നെ ജനറലായിട്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ റോൾ മോഡൽ ഗാന്ധിജിയാണ്. എൻ്റെ റോൾ മോഡൽ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അതാണ് ഗാന്ധി അപ്പൂപ്പൻ, അരിലും കനിവുള്ളവൻ, കുരുന്നു നുള്ളുവാൻ പോലും കൈവിറയ്ക്കും ദയാമയൻ.
അധ്വാനിക്കാതെ സമ്പാദിക്കുന്ന ധനം, മനസ്സിന് പുഴുക്കുത്തേകുന്ന ആനന്ദം, മാനവികതയിൽ അധിഷ്ഠിതമല്ലാത്ത ശാസ്ത്രം, മാനവസേവയിൽ അധിഷ്ഠിതമല്ലാത്ത മാധവസേവ, ഇതെല്ലാം പൊള്ളയാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ നമസ്തേ ഗതദർശ, നമസ്തേ ദുരാധർഷ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗൽ ഗുരു എന്ന് അദ്ദേഹത്തെ കവികൾ വാഴ്ത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഗാന്ധിജിയാണ് എൻ്റെ റോൾ മോഡൽ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു സമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹാനായ വ്യക്തി, അദ്ദേഹം എൻ്റെ റോൾ മോഡലാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി പോകുമ്പോൾ എൻ്റെ റോൾ മോഡൽ TN ശേഷനാണ്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് നടപ്പാക്കുക, വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് ജനം അറിഞ്ഞത് ശ്രീ TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയപ്പോഴാണ്. അപ്പോൾ ഇലക്ഷന് പോകുമ്പോൾ ആരാണ് എൻ്റെ ഗുരു എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ശ്രീ TN ശേഷനാണ്. നിയമം നടപ്പാക്കുക. പിന്നെ താങ്കൾ ചോദിച്ചു ഏത് തരത്തിലുള്ളൊരു തലമുറയെ നാം വാർത്തെടുക്കണം. സത്യത്തിൻ്റെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ ആകത്തുകയായ ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. തെറ്റുകൾ വിളിച്ചു പറയുവാനും ശരിക്കു വേണ്ടി ആത്മാഹുതി ചെയ്യുവാനും തയ്യാറെടുപ്പുള്ളൊരു തലമുറ. സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തെ മറാല പോലെ വിറപ്പിച്ച് അവരെ രാജ്യരാമാനം കെട്ടുകെട്ടിച്ച ഇന്ത്യൻ വിദ്യാർത്ഥി വർഗത്തിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ളൊരു തലമുറ. അതേസമയം അച്ചടക്കത്തെ സംബന്ധിച്ചിടത്തോളം കസാഭ്യംഗമരായിട്ടുള്ള തലമുറ, ലക്ഷ്യബോധമുള്ളൊരു തലമുറ. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു എന്ന് വിശ്വസിക്കുന്നൊരു തലമുറ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സത്യങ്ങളെ കീഴടക്കുന്ന ഒരു തലമുറ. അതേസമയം നമ്മുടെ മഹത്തായ സംസ്കാരത്തെ മറക്കാത്തൊരു തലമുറ. അങ്ങനെയാണ് ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയും മുഹമ്മദിന് സ്ഥൈര്യവും ഹിമവാൻ്റെ ഔന്നത്യവും ഗംഗയുടെ പരിശുദ്ധിയും സമഞ്ജസമായി സമോഹനമായി സമ്മേളിക്കുന്ന ഒരു തലമുറ. അങ്ങനെ ഒരു തലമുറയെക്കുറിച്ചാണല്ലോ വള്ളത്തോൾ സ്വപ്നം കണ്ടത്. ചെല്ലുവിൻ ഭവാൻമാറൻ ഗുരുവിൻ നികടത്തിങ്കൽ അല്ലായികൽ എവിടുത്തെ ചരിത്രം വായിക്കുവിൻ വിശേഷിപ്പിച്ചൊരു തലമുറ. കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിലൊരു പ്രഭാഷണത്തിന് പോയിരുന്നു. അപ്പോൾ പറഞ്ഞ വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലം നമ്മുടെ തലമുറ മനസ്സിലാക്കേണ്ട, നമ്മുടെ തലമുറ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നരായ മുനകളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നരായ മുനകൾ. അപ്പോൾ ഈ മൂല്യങ്ങൾ, ധർമ്മങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോയതാണ് ഇന്ന് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മൂല കാരണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളോട് ഞാൻ കടമെടുത്തോട്ടെ. വാട്ട് ഇന്ത്യ വാണ്ട്സ് ഇസ് മെൻ ആൻഡ് വിമൻ, നോട്ട് റോബോട്ട്സ്. എങ്ങനെയുള്ള മെൻ ആൻഡ് വിമൻ? വിത്ത് മസിൽസ് ഓഫ് അയൺ, നെർവ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് ജൈജാൻറ്റിക് വിൽസ് വിച്ച് നത്തിങ് ക്യാൻ റെസിസ്റ്റ്, വിച്ച് ക്യാൻ പെനിട്രേറ്റ് ഇൻ ടു ദ ഇന്നർമോസ്റ്റ് സീക്രട്സ് ഓഫ് ലൈഫ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എറൈസ്, എവെയ്ക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു. ടേക്ക് അപ്പ് വൺ ഐഡിയ, think of it, live it, let your brain, muscles, nerves, everything be full of that idea and leave every other idea alone. That is the secret of success. നമ്മുടെ തലമുറ മനസ്സിലാക്കണം. മാതാ അമൃതാനന്ദമയി, അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻ്റെ ആദ്യത്തെ ഡോക്ടറേറ്റ്. അതുകൊണ്ട് മാതാ അമൃതാനന്ദമയി പറഞ്ഞൊരു വഴി കൂടെ ഞാനൊന്ന് കടമെടുത്തോട്ടെ. ഇൻ ടുഡേയ്സ് വേൾഡ് ദർ ആർ മെനി ഹു ലിവ് വിത്ത് എയർ കണ്ടീഷൻ റൂംസ്. എയർ കണ്ടീഷൻ റൂമിൽ, AC റൂമിൽ ജീവിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. പക്ഷേ ദേ നീഡ് സ്ലീപ്പിംഗ് പിൽസ് ടു സ്ലീപ്പ്. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്ക ഗുളിക കഴിക്കാതെ ഉറങ്ങാൻ കഴിയാത്ത നിരവധി മനുഷ്യരുണ്ട്. Therefore the challenge before us is to air condition our minds. For that the control of our mind must be firmly in our hands. അത്തരത്തിലുള്ളൊരു തലമുറ ഒരിക്കലും വഴിതെറ്റില്ല. അത്തരത്തിലുള്ളൊരു തലമുറ ഒരിക്കലും ലഹരിയിലേക്ക് തിരിയത്തില്ല. അത്തരത്തിലുള്ള തലമുറ ഒരിക്കലും സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയില്ല. അത്തരത്തിലുള്ളൊരു തലമുറ ഒരിക്കലും ഒരു ക്രൈമിലേക്ക്, ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങില്ല. അത്തരത്തിലുള്ള തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. വിദ്യാഭ്യാസം അക്ഷരാഭ്യാസമോ അക്ഷരജ്ഞാനമോ അക്കങ്ങളുടെ മായാലോകമോ റാങ്കുകൾ വാരിക്കൂട്ടുന്ന പ്രക്രിയയൊന്നുമല്ല. മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അവനിൽ മനുഷ്യത്വം വളർത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം.
ഇറ്റ്സ് എ സ്പർ ദാറ്റ് മേക്സ് വൺ സ്ട്രഗിൾ വിത്ത് ഡെസ്റ്റിനി എന്നാണ് അംബീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അംബീഷ്യസ് എ സ്പർ ദാറ്റ് മേക്സ് വൺ സ്ട്രഗിൾ വിത്ത് ഡെസ്റ്റിനി. അംബീഷ്യസ് ആയ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. മാമ്പഴം എന്ന പ്രശസ്തമായ കവിതയിൽ കവി പറയുന്ന വരികളൂടെ ഞാനൊന്ന് ഉദ്ധരിച്ചോട്ടെ. മാമ്പഴം പിറക്കുവൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപറം മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ എന്ന് പറഞ്ഞിട്ട് കവി പറഞ്ഞൊരു സത്യമുണ്ട്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അങ്ങനെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. സർ, ഈ കഴിഞ്ഞ കുറച്ച് അടുത്ത കാലത്താണ് നഴ്സിംഗ് കോളേജിൽ ഇങ്ങനെ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ കോമ്പസ് വെച്ച് കീറുന്ന അത്തരം ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഞാനതാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളെ മനസ്സിലാക്കണം, രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം, അധ്യാപകർ മനസ്സിലാക്കണം, സമൂഹം മനസ്സിലാക്കണം, കുട്ടികൾ മനസ്സിലാക്കണം. അത് പലപ്പോഴും നേരത്തെ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ കടമെടുത്തോട്ടെ. ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ കുലം കുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെടുന്ന പ്രക്രിയയായി അധപ്പതിക്കുന്നത് കൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഉത്തമമായ വിദ്യാഭ്യാസം എന്താണെന്ന് കവി തന്നെ വരച്ച് കാട്ടിയിട്ടുണ്ട്. പാവക്കിടാവെ കിടത്തിക്കിലിങ്ങനെ തൂവളച്ചാർത്തോടതിൻ തുടമേൽ അമ്മലർ കൈയിനാൽ താളം പിടിച്ചുകൊണ്ട് അമ്മയായി പാടി ഉറക്കുകയും. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ശ്രീദാക്ഷവാഹന ദാര്യപ്രതിമയെ പൂതൂകി പൂജിച്ചതിന് മുന്നിൽ ദീർഘമാം മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗിയാം ദേവിയായി മേവുകയും. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ മദേഴ്സ് ലുക്ക്. ഒരമ്മയുടെ കരുണാമസൃണമായ വീക്ഷണം. എ ഫാദേഴ്സ് നോഡ് ഓഫ് അപ്രബേഷൻ. എ സിസ്റ്റേഴ്സ് ജെന്റിൽ പ്രഷർ ഓഫ് ദ ഹാൻഡ്. എ ബ്രദേഴ്സ് നോബിൾ ആക്ട് ഓഫ് ഫോർബയറൻസ്. അതിനതീതമായി മാർഗ് വാങ്ങൂ എന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിലേക്ക് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കൊണ്ട്, അവരെ അതിലേക്ക് തള്ളിവിടുന്നത് കൊണ്ട്, അവർക്കിഷ്ടമല്ലാത്ത മേഖലകളിലേക്ക് അവരാനയിക്കപ്പെടുന്നത് മൂലം, അവരുടെ ഭാവനയ്ക്ക് ചിറക് വിടർത്തി നീലവിഹായസിൽ സ്വച്ഛന്തം പാറിപ്പറക്കാനുള്ള അവസരം നാം നിഷേധിക്കുന്നത് മൂലം ആണ് പലപ്പോഴും വിദ്യാഭ്യാസം വഴിതെറ്റിപ്പോകുന്നത്. Hope that answers your question. സർ, നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം വിനയം എന്നുള്ള ഒരു വാക്ക് സർ ഉപയോഗിച്ചു. ഈ വിനയം എന്നുള്ളത് നമുക്കൊരു ഒരു ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, കളക്ടറായി സാർ ഇരിക്കുന്നു, അവിടെ ഒരു വിനയം എന്നുള്ളത് മറ്റുള്ളവർ ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യതയായി കാണും. അപ്പോൾ ചിലപ്പോൾ ഗൗരവക്കാരനായി അയാൾ മാറും. അത് തെറ്റാണോ? വിനയം വിദ്യ തൻ ഫലം എന്ന പഴമൊഴിയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒരാൾ വിനയാന്വിതനായി എന്ന് വെച്ച് അദ്ദേഹം നിയമം ലംഘിക്കുന്നെന്നോ നിയമലംഘകരുടെ മുന്നിൽ കണ്ണടയ്ക്കുന്നെന്നുമല്ല അർത്ഥം. കേരള പോലീസിൻ്റെ പ്രശസ്തമായൊരു സ്ലോഗനുണ്ട്, മൃദുഭാവിയെ ദൃഢകൃത്യേ. പൊളൈറ്റ് ഇൻ യുവർ വേർഡ്സ്, ഫേം ഇൻ യുവർ ആക്ഷൻ. ആ പ്രക്രിയയിൽ ഒരിക്കലും വിനയം തടസ്സമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിനയം നിങ്ങൾക്ക് ആ പ്രക്രിയയിൽ ഒരു മുതൽക്കൂട്ടാകത്തേ ഉള്ളൂ. വിനയാന്വിതനായ ഒരു മനുഷ്യനെ സമൂഹം തീർച്ചയായും ബഹുമാനിക്കും, സമൂഹം തീർച്ചയായിട്ടും സ്നേഹിക്കും. ആ സ്നേഹ ബഹുമാന ആദികളാണ് ചുടയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. വാട്ട് എൽസ് ഡു യു ക്യാരി വെൻ യു ആർ ഗോയിങ് ടു ദ ഗ്രേവ്? അതുമാത്രമേ ഉള്ളൂ. നാം എന്തെങ്കിലും സൽപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൽപ്രവർത്തികൾ മാത്രമേ നമ്മളുടെ കൂടെ ചുടലയിലേക്ക് നമ്മളെ പിന്തുടരത്തുള്ളൂ. പിന്നെ പിറന്ന നാടിനോടുള്ള സ്നേഹം, അത് ഒരു മനുഷ്യൻ്റെ മുഖമുദ്രയാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്തായെങ്കിൽ ആധിപത്യത്തിന് അനർഹതങ്ങൾ, ഭക്തിയാ സ്വഭാഷ തൻ കാൽക്കൽ കുനിയായെങ്കിൽ അത്തല എങ്ങനെ പൊങ്ങി നിൽക്കും ബുദ്ധിമാന്മാരെ, സ്വഭാഷത്തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യത്നം ചെയ്യുവിൻ. അതുകൊണ്ടാണ് ഉള്ളൂർ പറഞ്ഞ അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാവട്ടതായി. അങ്ങനെ ഒരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. എന്തായാലും ഒറ്റൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ സാർ, താങ്കളെ നമ്മുടെ സംവിധാനങ്ങൾ ഈ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഞാനൊരു സാധാരണക്കാരനായ കോളേജ് അധ്യാപകൻ്റെ മകനാണ്. എനിക്ക് ജീവിതത്തിൽ വലിയ വലിയ അംബീഷൻസ് ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ ഏക അംബീഷൻ സാധാരണക്കാരനായി ജീവിച്ച് സാധാരണക്കാരനായി മരിക്കണം. സാധാരണക്കാർക്ക് വേണ്ടി 4 കാര്യങ്ങൾ
ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ ചെയ്യണം. അത് ഈ 34 വർഷത്തിൽ എന്നാലാവും വിധം ചെയ്തു എന്നൊരാത്മസംതൃപ്തി എനിക്കുണ്ട്. കളക്ടറായിരുന്ന 5 ജില്ലകളിൽ ഇന്നും എത്തുമ്പോൾ ഓടി വരുന്ന സാധാരണക്കാരുണ്ട്. അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് എന്നാലാവും വിധം ചെറിയ ചെറിയ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. അതുമാത്രം. അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന് ആണ് സർവീസ് ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. ആ അംഗീകാരത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. സാധാരണക്കാരനായി പെൻഷൻ ആവണം, സാധാരണക്കാരനായി ചുടലയിലേക്ക് നീങ്ങണം. വേറെ യാതൊരു മോഹങ്ങളും എനിക്കില്ല. മോഹങ്ങളുണ്ടെങ്കിലല്ലേ മോഹഭംഗങ്ങളുള്ളൂ. മോഹങ്ങളില്ലാത്തവൻ എന്ത് മോഹഭംഗങ്ങൾ? ഇപ്പോഴത്തെ ഈ IAS തലത്തിലെ ഈ കാര്യങ്ങളൊക്കെ വലിയ തോതിലുള്ള വിവാദങ്ങളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു, കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതിരിക്കുക. ആ പ്രക്രിയയിലൂടെ, ആ പാതയിലൂടെ നീങ്ങുന്നു. ഞാൻ ഭഗവത്ഗീതയിലും ബൈബിളിലും ഖുറാനിലും എല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഗാന്ധിജിയുടെ മഹദ്വചനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗീതയും ഖുറാനും ബൈബിളും കച്ചിക്കുറുക്കി കടഞ്ഞെടുത്ത അമൃതമായിരുന്നു ഗാന്ധിജി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരേ സമയം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമായിരുന്നു. ഈശ്വരൻ സത്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ സത്യം ഈശ്വരനാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചൊരു മഹാനായിരുന്നു ഗാന്ധിജി. ആ പാതയിലൂടെ ആ കാൽ നഖേന്ദു മരീചികളെ പിന്തുടരാൻ ഞാൻ ശ്രമിക്കുന്നു. ആ കർമ്മയോഗിയുടെ ത്യാഗി വര്യൻ്റെ, ഈ നാട്ടിലെ മഹാന്മാരായ വ്യക്തികളുടെ കാൽ നഖേന്ദു മരീചികളെ പിന്തുടരാൻ ശ്രമിക്കുന്ന ഒരു എളിയ വ്യക്തി. ഉണരിൻ ഉണരിൻ ഉള്ളിൽ ആത്മശക്തി പ്രണയമിഴും സഹജാതരെ തുരിപ്പിനെന്നാണ് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സാധാരണക്കാരന് വേണ്ടി ത്വരിക്കുന്ന, സാധാരണക്കാരന് വേണ്ടി പിടയ്ക്കുന്ന ഒരു ഹൃദയവുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധു മനുഷ്യൻ. എന്താണ് രാജു നാരായണസ്വാമി IAS എന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ കേട്ടത്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത, കേട്ടാലും കേട്ടാലും മതിവരാത്ത ഒരു തുറന്ന പുസ്തകമാണ് രാജു നാരായണസ്വാമി. അഴിമതിക്കെതിരായ പോരാട്ടം വാക്കുകളിൽ മാത്രമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളം കണ്ട IASകാരുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖമുദ്രയാണ് രാജു നാരായണസ്വാമി എന്ന IASകാരൻ. ഒരു IASകാരൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ചുമതല വഹിച്ചിട്ടുള്ള ഓരോ വകുപ്പുകളിലും അദ്ദേഹത്തിൻ്റെതായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയപ്പോഴും അത് നാം കണ്ടു. നാളികേര വികസന കോർപ്പറേഷൻ്റെ ചുമതല വഹിക്കുമ്പോഴും അഴിമതിക്കെതിരായ പോരാട്ടം അദ്ദേഹം നടത്തി. ആ അഴിമതിക്കെതിരായ പോരാട്ടം തന്നെയാണ് രാജു നാരായണസ്വാമി എന്ന IASകാരൻ്റെ മുഖമുദ്ര. ഓരോ ഫയലുകൾ പരിശോധിച്ചാലും അതിൽ ഒരു രാജു നാരായണസ്വാമി ടച്ച് കാണാം. കളക്ടറായിരുന്നപ്പോൾ 5 ജില്ലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ IAS ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. തൃശ്ശൂർ എന്ന നഗരം ഇന്ന് ഈ രീതിയിലായതിൻ്റെ പ്രധാന കാരണക്കാരൻ കൂടിയാണ് രാജു നാരായണസ്വാമി. അദ്ദേഹം അന്ന് നിയമമായി നടപ്പാക്കാൻ തുനിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇടുങ്ങിയ റോഡായി ഇന്നും തൃശ്ശൂർ മാറിയനെ എന്ന് എല്ലാവരും ഓർമ്മിക്കുന്ന കാര്യമാണ്. ഇതുതന്നെയാണ് നമ്മൾ മൂന്നാറിൽ കണ്ടത്, ഇടുക്കിയിൽ കണ്ടത്. അഴിമതിക്കെതിരായ പോരാട്ടം വെറും വാക്കല്ല എന്ന് അദ്ദേഹം ഓരോ ഫയലിലും തെളിയിച്ചു. അതുകൊണ്ട് തന്നെ ആകാം അദ്ദേഹം പാർലമെൻ്ററി കാര്യത്തിൻ്റെ സെക്രട്ടറിയൊക്കെയായി ഇപ്പോൾ ഇരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ വരെ അദ്ദേഹം ഈ അനീതിക്കെതിരായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചില്ല. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തെ വെറുതെ വിവാദങ്ങളിൽ പെടുത്തേണ്ട എന്ന് കരുതി തന്നെയാണ്. വിവാദങ്ങളിൽ പെട്ട് പോകേണ്ട ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ല രാജു നാരായണസ്വാമി എന്ന ഉത്തമ ബോധ്യവും ഉള്ളതുകൊണ്ടാണ്. രാജു നാരായണസ്വാമി ചീഫ് സെക്രട്ടറിയായി നിൽക്കേണ്ട ഒരാളാണിപ്പോൾ. പക്ഷേ അദ്ദേഹത്തിന് ആ കസേരയും ലഭിച്ചിട്ടില്ല. അതൊക്കെ ഒരു സങ്കടമായി തന്നെ മലയാളികളുടെ മനസ്സിലുണ്ടാകും എന്ന കാര്യം ഉറപ്പ്. ആ കസേരകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ തന്നെ മാറിയേനെ. അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി
നമുക്ക് രാജു നാരായണ സ്വാമി എന്ന IAS ഇനിയും കേരള സമൂഹത്തിൽ കാണാം. 3 വർഷം കൂടി അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിലുണ്ട്. അതിനുശേഷം കാണാൻ പോകുന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ കരുത്തനായ ഒരു രാജു നാരായണ സ്വാമിയായിരിക്കും എന്ന കാര്യവും ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരട്ടെ, സാഹിത്യരചനകൾ തുടരട്ടെ, സമൂഹവുമായി അദ്ദേഹം സംവദിച്ചു കൊണ്ടേയിരിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ വന്ന് നമ്മളുമായി സംവദിച്ചതിന് അദ്ദേഹത്തോടുള്ള ആദരവ് കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.